ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് ഒരു പിനാഫോർ ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഹൈ ലോ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡറിൽ രണ്ടിനും ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ഇന്നർവേഴ്സിൻ്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഇതിൻ്റെ മുകളിലൊരു കോട്ട് രൂപത്തിലൊക്കെ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് 10 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് ഡെൽറ്റ ക്രഷിൻ്റെ ഫാബ്രിക്കാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക് കൂടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് 80 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പിനാഫോറിന് വേണ്ടിയിട്ട് 1.5 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 10 വയസ്സായ കുട്ടികൾക്കുള്ള മെഷർമെൻറ്റ്സിൽ 1.5 മീറ്ററിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1.5 മീറ്ററിന് എനിക്കിവിടെ വന്നിട്ടുള്ളത് 120 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് താഴെ ആ ഭാഗത്താണ് കേട്ടോ. ഒരു ഹൈ ലോ വരുന്ന ഒരു പാർട്ട് ഉണ്ടല്ലോ, അതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിഡിൽ ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു 4 ഇഞ്ച് മുകളിൽ നിന്നും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വേസ്റ്റിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ താഴെ നിന്നും ഞാൻ 18 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. 18 ഇഞ്ചസ് എനിക്ക് ഫ്രണ്ടിൽ വരണം, അതേപോലെ ബാക്ക് സൈഡിൽ 22 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പം ഒരു സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് ഒരു 19 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴും ഞാനൊരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് പ്രഷർ ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് മടക്കി തേക്കുന്നത്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സെമി സർക്കിളിൻ്റെ പാറ്റേണിലാണ് കേട്ടോ കിട്ടുക. പിന്നെ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല വൃത്താകൃതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു പീസിന് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വലിയ പീസിൽ കട്ട് ചെയ്തെടുക്കുന്നത് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഇതുപോലെ ചെറിയൊരു ഡെമോ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കും. ഇപ്പോൾ നമുക്കൊരു സെമി സർക്കിളിൻ്റെ പാറ്റേൺ കിട്ടിയില്ലേ. അപ്പോൾ നമ്മളൊന്നും കൂടി മടക്കുമ്പോൾ എന്തായി, ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി. ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ തുറക്കുമ്പോൾ എന്താവും, നല്ല വൃത്താകൃതിയിലുള്ള ഒരു പീസായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് പിന്നെ ഒരു 2 ഇഞ്ച് ഇങ്ങോട്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അവിടെയാണ് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടുക. 2 വലുപ്പത്തിലുള്ള ട്രയാങ്കിൾ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ സെൻറ്ററിലല്ല കേട്ടോ വരുന്നത്. സെൻറ്ററിൻ്റെയും കുറച്ചൊരു സൈഡിലോട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് നല്ല അമ്പർല കട്ടിൻ്റെ ആ ഒരു പീസ് തന്നെ കിട്ടിയിരുന്നു. ഇതിനെ ഇതുപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതാ നമുക്ക് ഹൈ ലോ പാറ്റേണിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ലോ ആയിട്ടും ബാക്ക് സൈഡിൽ ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ വേസ്റ്റിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുമ്പോൾ നല്ല ഞൊറിവോട് കൂടി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു വലിയ പീസിൽ ഞാൻ ആ സെയിം മെത്തേഡിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ എനിക്ക് 22 ഇഞ്ചസും ഫ്രണ്ടിൽ 18 ഇഞ്ചസാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്നും കൂടി ഫോൾഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ വേസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അത് നമുക്ക് വേസ്റ്റിൻ്റെ വിടുത്തൊക്കെ നമുക്കിതിൽ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി പിടിച്ചിട്ടാണ് വേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു 4 ഇഞ്ചസിന് ആ ചെറിയൊരു കർവിലായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ കോർണർ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു റൗണ്ട് ഷേപ്പിലാണല്ലോ കിട്ടുക. ഇനി ഇതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഹൈ ലോ പാറ്റേണിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലെയർ ടൈപ്പിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഈ പീസിനെ 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഷോൾഡർ ഒരു വള്ളിയായിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇലാസ്റ്റിക്കൊക്കെ വെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചസാണ് കേട്ടോ. 2ആയിട്ട് മടക്കി ചെയ്യുമ്പോൾ ഒരു ഭാഗം 4 ഇഞ്ച് കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 7 + 4 നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. നമുക്ക് ആ വള്ളി വരുന്നത് മൈനസ് ചെയ്തിട്ടാണ് ഞാനിവിടെ 7 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ 7ഉം 4ഉം ഇവിടെ 11 ഇഞ്ചസാണ് കേട്ടോ കിട്ടുക. അതുപോലെ തന്നെ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ആം ഹോളിൻ്റെ ആ ഒരു പാറ്റേൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ച് ലൂസായിട്ട് ഉള്ളിലൊരു ഇന്നർ വേഴ്സ് ഇട്ടിട്ട് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ കുറച്ചൊരു ആം ഹോള് ഒന്ന് വരാൻ വേണ്ടിയിട്ട് അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ
വേസ്റ്റിൻ്റെ ഒരു ഭാഗമൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് വള്ളി വെച്ച് കൊടുക്കാനായിട്ട് 2 സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് ഗ്യാപ്പിലാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഇലാസ്റ്റിക് വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 8 ഇഞ്ചസാണ് കേട്ടോ. 8.5 ഇഞ്ചസ് ഞാൻ സീം അലവൻസ് കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ട് ലൈനിങ് പീസും കൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പീസും കൂടിയും വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ പിരിഞ്ഞ് കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നന്നായി പിടിച്ച് വലിച്ചൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് പിരിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസിനെ വെച്ചിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ സൈഡിലൊക്കെ ക്രോസ് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ മറിച്ചിട്ട് എടുക്കുമ്പോഴാണ് ഞാൻ ആ ഒരു അബദ്ധം മനസ്സിലാക്കിയത്. ഫ്രണ്ട് പീസും ബാക്ക് പീസും മാറിപ്പോയിട്ടുണ്ട്. ഇതുപോലെ പിന്നെ പലർക്കും അബദ്ധം പറ്റുന്നതാണ്. നമ്മൾ പെട്ടെന്ന് പണി തീർക്കട്ടെ എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അതൊക്കെ നമുക്ക് തുന്നയച്ചെടുത്തിട്ട് രണ്ടാമത് എടുക്കേണ്ട പണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുന്നയച്ചിട്ട് ചെയ്യാമെന്ന് പറയുന്നത് വളരെ മടി പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് നേരം അവിടെ ഇട്ടു. പിന്നെ എൻ്റെ മൂഡനുസരിച്ച് ഫ്രീ ആയിട്ട് ടൈമിൽ ഇതുപോലെ വീണ്ടും ചെയ്തെടുത്തു. അല്ലാതെ അപ്പോൾ നിവൃത്തിയൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചിട്ടേ പിന്നെ ചെയ്യുള്ളൂ. എന്നാലും പറ്റിപ്പോകും കേട്ടോ. അപ്പം ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ആണ് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു എഡ്ജിലൂടെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ. ചെസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 12 ഇഞ്ചസാണ്. അപ്പോൾ ആ ഒരു 12 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡിലായിട്ടും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡ് രണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ഓവർലോക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവർലോക്ക് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസിനെ ലൈനിങ് പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ടും ഒരു വള്ളി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് കെട്ടാനായിട്ട് ഒരു വള്ളി കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഹൈലോ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് യോക്കിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാൻ കൂടിയുള്ളത്. അപ്പോൾ ലൈനിങ് ഞാൻ അതിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.